Guten Tag. നമ്മൾ ഇന്ന് അഡ്ജക്റ്റീവ് ഡിക്ലനാക്സിയോനെ കുറിച്ചാണ് നോക്കാൻ പോണത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. നമുക്കറിയാം, നമ്മളൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇടയ്ക്കൊക്കെ അഡ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ അഡ്ജക്റ്റീവ്സ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം, അതുപോലെ അതിനെന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നോക്കാം. നമ്മളിപ്പോൾ ഡെഫിനറ്റ് ആർട്ടിക്കിളിൻ്റെ കേസാണ് പറയുന്നത്. നമുക്കറിയാം 4 കേസ് ഉണ്ട്. നമ്മുടെ മസ്കുലിൻ വരുമ്പോഴും, ഫെമിനിൻ വരുമ്പോഴും, നോയിട്രം വരുമ്പോഴും, പ്ലൂറാൽ വരുമ്പോഴും, അതിൻ്റെ തന്നെ നോമിനാറ്റീവും അക്യൂസാറ്റീവും ഡാറ്റീവും ഗെനറ്റീവിൻ്റെ കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോമിനാറ്റീവ് കേസിൽ എന്ത് വരുമ്പോൾ, നോമിനാറ്റീവ് കേസിലുള്ള മസ്കുലിൻ, നോമിനാറ്റീവ് കേസിലെ മസ്കുലിൻ വരുമ്പോൾ ഡർ പ്ലസ് ഇ ആണ് വരുന്നത്. ഇപ്പോൾ ഗുഡാണ് നമ്മുടെ എന്തെന്ന് വിചാരിക്കുക, അഡ്ജക്റ്റീവ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഗുഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇ പ്ലസ് ഇ, ഈ ഗുഡിൻ്റെ പ്ലസ് അപ്പുറത്താണ് എന്ത് ചെയ്യേണ്ടത്, ഇ ഇടേണ്ടത്. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ ഇപ്പം നോമിനാറ്റീവിൽ ഫെമിനിൻ്റെ കേസാണ്. ഫെമിനിൻ്റെ കേസ് വരുമ്പോൾ എന്താ, ഡി പ്ലസ് ഇ വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോമിനാറ്റീവിൽ നോയിട്രത്തിൻ്റെ കേസ്. അപ്പോൾ എന്താ, ദസ് പ്ലസ് ഇ നമുക്കറിയാം. പിന്നെ നോമിനാറ്റീവിൽ പ്ലൂറലിൻ്റെ കേസിൽ ഡി പ്ലസ് ഇ എൻ, എന്താ ഇ എൻ. ഇതാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ട്. ഓക്കെ. പിന്നെ നമുക്കറിയാം എന്താണ്, എന്താ ആർട്ടിക്കിളാണ്. നോർമലായിട്ടും അക്യൂസാറ്റീവ് കേസിൽ വരുമ്പോൾ എന്തിന് ചേഞ്ച് ഉണ്ടാവാം, ആർട്ടിക്കിൾസിന് ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ അക്യൂസാറ്റീവ് കേസിൽ ഡർ എന്താവും, ഡെയിൻ ആവും. അപ്പോൾ ഇവിടെ ഈ ഗുഡ് എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞെടുത്ത് എന്ത് വരും, അഡ്ജക്റ്റീവ് ഗുഡ്. ഇപ്പോൾ അക്യൂസാറ്റീവ് കേസിൽ മസ്കുലിൻ്റെ കേസാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്താവും, ഡെയിൻ ഗുട്ടൻ എന്നായിരിക്കും വരാം. ഓക്കെ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്യൂസാറ്റീവിൽ ഫെമിനിൻ്റെ കേസാണ്. അക്യൂസാറ്റീവിൽ ഫെമിനിൻ എന്താ, ഡി പ്ലസ് ഇ ആണ്. വലിയ മാറ്റമൊന്നുമില്ല, ഇവിടുത്തെ പോലെ തന്നെ. പിന്നെ അക്യൂസാറ്റീവിൽ നോയിട്രത്തിൻ്റെ കേസ് വരുമ്പോൾ എന്തായി, ദസ് പ്ലസ് ഇ ആണ് വന്നത്. ഓക്കെ. ഇനി അക്യൂസാറ്റീവിൽ പ്ലൂറാൽ പറയുമ്പോൾ എന്ത് വന്നു, ഡി പ്ലസ് ഇ എൻ. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഡാറ്റീവിൻ്റെ കേസാണ്. നമുക്കറിയാം ഡാറ്റീവിൻ്റെ കേസിൽ വരുമ്പോൾ ആർട്ടിക്കിൾസ് ഒക്കെ ഡാറ്റീവ് ആർട്ടിക്കിൾസ് ആയി, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എന്താ അഡ്ജക്റ്റീവ് എൻഡിങ്ങിൽ എന്ത് വരും, നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ദേം വന്നു. അതിനുശേഷം ഗുട്ടാണ് അഡ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗുട്ടിൻ്റെ അപ്പുറത്ത് നേരത്തെ പോലെ തന്നെ ഒരു ഇ എൻ പ്ലേസ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ഡാറ്റയിലെ മസ്കുലിൻ്റെ കാര്യം നോക്കി. ഇതൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേം നെറ്റൻ മാൻ എന്ന് പറയാം. നെറ്റ് എന്ന് പറയുന്നത് നെയ്സ്, അതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. അതാരാണ്, മസ്കുലിനാണ്. നമ്മളിപ്പോൾ എന്തിൻ്റെ കേസാ, ഡാറ്റീവിൻ്റെ കേസിലാണ് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വയ്ക്കും, നെറ്റൻ മാൻ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫെമിനിൻ്റെ കേസാണ്. ഡാറ്റീവിൽ ഫെമിനിൻ വരുമ്പോൾ എങ്ങനെയാണ് വരാ, ഡർ പ്ലസ് ഇ എൻ ആണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ആ ഫ്രണ്ടിലുള്ള ആർട്ടിക്കിളിന് ചേഞ്ച് ഉണ്ടാവും. അതിനനുസരിച്ച് ഇ എൻ പ്ലേസ് ചെയ്യുക എവിടെ, നമ്മുടെ അഡ്ജക്റ്റീവിൻ്റെ എൻഡിലായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റീവിൻ്റെ നോയിട്രത്തിൻ്റെ കേസാണ്. ഡാറ്റീവ് നോയിട്രം എന്താ, ദേം പ്ലസ് ഇ എൻ ആണ്. ദേം പ്ലസ് ഇ എൻ എന്ത് ചെയ്തു, ദേം നമ്മുടെ ആർട്ടിക്കിളായിട്ട് കൊടുത്തു, ഇ എൻ ആ വണ്ടിയിൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദേൻ പ്ലസ് ഇ എൻ എവിടെ, പ്ലൂറാലിൻ്റെ കേസിൽ. ഇപ്പം നമ്മൾ നോക്കിയിട്ട് ഇതുവരെയുള്ള പ്ലൂറാലിൻ്റെ കേസിലൊക്കെ എന്ത് തന്നെയാണ്, ഇ എൻ തന്നെയാണ്, വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഈ ബാക്കിയുള്ള കേസുകളാണ് ഒന്ന് നോക്കേണ്ടത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗെനറ്റീവ് ആണ്. നമുക്കറിയാം ഗെനറ്റീവിൽ മസ്കുലിൻ്റെ കേസ് വരുമ്പോൾ എന്താ ഉണ്ടാവണത്, ദസ് പ്ലസ് ഇ എൻ ആണ്. ഓക്കെ. പിന്നെ ഗെനറ്റീവിൽ ഫെമിനിൻ വരുമ്പോൾ എന്ത് വന്നു, ദർ പ്ലസ് ഇ എൻ വന്നു. ഗെനറ്റീവിൽ നോയിട്രം വരുമ്പോൾ എന്ത് വന്നു, ദസ് പ്ലസ് ഇ എൻ. ഗെനറ്റീവിൽ പ്ലൂറാൽ വരുമ്പോൾ ദർ പ്ലസ് ഇ എൻ വന്നു. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദസ് ക്ലൈൻ കിൻഡ് ഇസ് ഷോൺ. ഇവിടെ നോക്കിയേ, ഈ ഷോൺ എന്താ, അഡ്ജക്റ്റീവ് ആണ്. അതുപോരാതെ ഈ ക്ലൈൻ എന്താ, അഡ്ജക്റ്റീവ് ആണ്. ഷോണും അഡ്ജക്റ്റീവ് ആണ്, ക്ലൈനും അഡ്ജക്റ്റീവ് ആണ്. നമ്മളപ്പോൾ ആർക്ക് അഡ്ജക്റ്റീവ് ഇങ്ങനെ കൊടുക്കും, ആർക്ക് കൊടുക്കാം, ദസ് ക്ലൈൻ കിൻഡ്. ആരെയാണ് ക്ലൈൻ കിൻഡ് എന്ന് പറയുന്നത്, കിൻഡിനെയാണ്. ഓക്കെ. ആരാണ് ചെറുത്, കിൻഡാണ്.
ഇപ്പോൾ നമ്മുടെ അഡ്ജക്റ്റീവ് നമ്മൾ ആം എൻഡേലോ അല്ലെങ്കിൽ വെർബൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആരാണ് നമ്മുടെ സബ്ജക്റ്റ്, ആളായിട്ടൊരു ബന്ധമില്ലാണ്ട് ഏറ്റവും അവസാനത്തൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ അഡ്ജക്റ്റീവിൻ്റെ ആ നോർമൽ റൂട്ട് ഫോം തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ട് നിൽക്കണ്ട. മാറ്റങ്ങൾ വരുത്തേണ്ടത് എവിടെയാണ്? ദസ് ക്ലൈൻ കിൻഡ് ഇസ് ഷോൺ എന്ന് പറയുന്നത് എന്താവും? ദസ് നോയിട്രത്തിൻ്റെ കേസാണ്. ദസ് കിൻഡ് എന്ന് പറയുന്നത് നോയിട്ര ആണ്. എവിടെ? നോമിനാറ്റീവ് കേസിലാണ് പറയുന്നത്. അപ്പോൾ ദസ് ക്ലൈനെ എന്തോന്നു? ക്ലൈനെ. ദസ് ക്ലൈനെ കിൻഡ് ഇസ് ഷോൺ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദി റോട്ട് റോസൻ സിൻ ഷോൺ. ഈ ദി റോട്ട് റോസൻ സിൻ ഷോൺ ഇതിലും വന്നിട്ടുണ്ട്. ആ മെൻ്റെയിലും ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഇതും എന്താണ്? നമ്മുടെ നോമിനാറ്റീവ് തന്നെയാണ് സെൻറ്റൻസ്. നോമിനാറ്റീവിൽ എന്താ? ദി റോട്ട് റോസൻ ആണ്. എന്താ വരിക? ദി റോട്ട് റോസൻ എന്ന് പറയുമ്പോൾ പ്ലൂരാലായി അല്ലേ? പ്ലൂരാൽ വരുമ്പോൾ എന്ത് വന്നു? പ്ലൂരാലിൽ നോമിനാറ്റീവിൽ പ്ലൂരാല് ദി പ്ലസ് ഇ എൻ. അപ്പോൾ ദി റോട്ടൻ. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ നമ്മുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ അറിയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ഏതൊക്കെ കേസ്, നോമിനാറ്റീവും അക്യൂസാറ്റീവും ഡാറ്റീവും ഗെനറ്റീവും കുറച്ച് കേസിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇതന്നെ അഡ്ജക്റ്റീവ് ഡിക്ലനാക്സിയോന്റെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് നോക്കാം. അതുവരെ ചൂസ്. Gino's Academy. Fly with your dreams.